ഹലോ എവരിവൺ, നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് കോയമ്പത്തൂരിലെ ബോച്ചെ ഫുഡ് എക്സ്പ്രസിലാണ്. ഇതേ കാണുന്നില്ലേ, കോയമ്പത്തൂരിന്റെ റെയിൽവേ സ്റ്റേഷൻ ഹൃദയഭാഗത്ത് തന്നെയാണ് ഉള്ളത്. തൊട്ടപ്പുറത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഇത്രയും മനോഹരമായ ഒരു കാര്യം കാണാൻ സാധിച്ചത്. എന്ന് വെച്ചാല് ഇതിന് തൊട്ട് മുകളിൽ നിങ്ങൾ നോക്കിയാൽ കാണുന്നത് അങ്ങോട്ട് കാണുന്നില്ലേ, അവിടെ റെയിൽവേ സ്റ്റേഷനാണ്. ആ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന് റെയിൽവേ ട്രാക്കിലുള്ള ഒരു ട്രെയിൻ എടുത്ത് അതേപോലെ ഇവിടെ വെച്ചിട്ടൊരു ഇതാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് ഒരു റെസ്റ്റോറന്റ് ആയി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് കാണുന്നില്ലേ, ഇതിന്റെ ടയറൊക്കെ നോക്കിയേ. അതായത് നമ്മൾ ഇന്ന് നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാല് ഈ ട്രെയിൻ റെസ്റ്റോറന്റ്, തീം ട്രെയിൻ റെസ്റ്റോറന്റിലാണ് നമ്മൾ ഇന്ന് ആഘോഷമല്ല, നമ്മള് ഉച്ചഭക്ഷണവും ഇവിടുത്തെ വിരുന്നും കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകാം. ഒന്ന്, ഈ റെസ്റ്റോറന്റ് മുഴുവനായിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഔട്ട്ഡോർ സീറ്റിംഗ് ഉണ്ട്, അവിടെ തന്നെ ഇൻഡോർ സീറ്റിംഗ് ഉണ്ട്. അതിമനോഹരമാണ്. കോയമ്പത്തൂരിൽ ആദ്യമായിട്ടാണ് ഒരു ട്രെയിൻ റെസ്റ്റോറന്റ് വരുന്നത്. നമുക്ക് എന്തായാലും അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഈ ട്രെയിനിന്റെ ഉള്ളിലേക്ക് കിടക്കാം. നല്ല അതിമനോഹരമായിട്ടാണ് ഒരു ട്രെയിൻ റെസ്റ്റോറന്റായി കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് കാണാം. അപ്പൊ ഇതാണ് കോയമ്പത്തൂരിലെ ട്രെയിൻ റെസ്റ്റോറന്റ്. നമുക്ക് നോക്കി കാണാൻ സാധിക്കും. അതായത് കോയമ്പത്തൂരിലെ ആദ്യത്തെ ട്രെയിൻ റെസ്റ്റോറന്റ് ആണിത്. തൊട്ട് മുകളിലുള്ള അവിടെ നിന്ന് ഒരു ട്രെയിൻ ബോഗി എടുത്തുകൊണ്ട് വന്നിട്ട് അതൊരു റെസ്റ്റോറന്റ് തീമായി കൺവേർട്ട് ചെയ്തുള്ളൂ. പണ്ട് വെച്ചാൽ ഇംഗ്ലീഷ് സിനിമകളിലും ഒരു ബോളിവുഡ് സിനിമയിലൊക്കെ ഈ പരിപാടി ഉണ്ട്. അപ്പൊ നോക്കിയേ, ഇത് മനോഹരമായിട്ടുണ്ട് ഈ ഒരു സ്പേസ്. നമുക്ക് സ്പെഷ്യൽസ് എന്ന് പറയാൻ കുറെ സ്പെഷ്യൽസ് ഇവിടെ ഉണ്ട്. അതായത് ഈ ഒരു സ്പേസ് പല രൂപത്തിൽ, അതായത് ആൾക്കാർക്ക് വന്നിട്ട് ട്രെയിനിലുള്ളായിരുന്നു ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രകൃതി. ഇപ്പൊ ഇന്ത്യയിൽ നമുക്ക് നോക്കി കാണാൻ സാധിക്കും. 16 ലക്ഷം രൂപയ്ക്കാണ് ഇതേപോലെ ഒരു ട്രെയിൻ ഉണ്ട്. ഇന്ത്യയിൽ ഒരു ട്രെയിൻ ഉണ്ട്, പ്രസിഡൻഷ്യൽ സ്യൂട്ട്. അപ്പൊ അതിൽ കയറി യാത്ര ചെയ്യാൻ ഏകദേശം 16 ലക്ഷം രൂപയുണ്ട്. നേരത്തെ ബുക്കിംഗ് ഒക്കെ ചെയ്ത് വേണം. അപ്പൊ അതിനുള്ള ഇതേപോലെ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്, റെസ്റ്റോറന്റ് ബെഡ്റൂം ഉണ്ട്. പക്ഷെ അതിന് സമാനമായിട്ട് സാധാരണക്കാർക്കൊക്കെ ഒന്ന് ജസ്റ്റ് എന്താണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് ഭക്ഷണം എല്ലാം കഴിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇവിടുത്തെ സ്പെഷ്യൽസ് ഒക്കെ നമ്മളൊന്ന് എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ആ പുറത്തെ അവിടെ ഒന്ന് ചെല്ലാം, ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാല് ഇവിടെ കുറെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ പിറന്നാളിന് വന്നാലും അല്ലെങ്കിൽ ചെറിയ ആഘോഷങ്ങൾക്ക് വന്നാലും ഇപ്പൊ ഈ കാണുന്നില്ല, കഴിഞ്ഞ വുമൻസ് ഡേ പ്രോഗ്രാമിന് സ്ത്രീകളെ അനുമോദിക്കാൻ വേണ്ടി ഈ ഒരു സ്പേസ്, ഈ ലെങ്തി ടേബിളിൽ വെച്ചിട്ടായിരുന്നു അവർക്ക് വരുന്നവർക്കെല്ലാം സ്ത്രീകൾക്ക് സൗജന്യ ഭക്ഷണവും, വരുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരു തലയൊരു കിരീടവും ഒരു സാഷും അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഇവിടെ സംഘടിപ്പിച്ചെന്ന് പറയണം. പിന്നെ ഇന്ന് ഹോളിയാണ്. ഹോളിയെ ബന്ധപ്പെട്ട് വൈകിട്ട് ചെറിയ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് തുടങ്ങിയ ദിവസം ഏകദേശം 1 ലക്ഷം രൂപയാണ് ബിരിയാണി കഴിക്കുന്നവർക്ക് സമ്മാനമായി കൊടുത്തത്. അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. കോയമ്പത്തൂരൊക്കെ നാട് അറിഞ്ഞൊരു ഉത്സവം പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കുറെ പരിപാടി ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഒരു ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഏകദേശം നിങ്ങൾ ഇവിടെ വന്ന് ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഇവിടെ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഭാഗ്യശാലി ആണെങ്കിൽ 5000 രൂപ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കും. അപ്പൊ നമുക്കിനി ഇവിടുത്തെ ഒരു കുഞ്ഞു കുഞ്ഞു കാഴ്ചകളിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഓപ്പൺ കിച്ചൺ ആണ്. ഇവിടെ വരുന്നവർക്കെല്ലാം ഈ കിച്ചൺ കാണാൻ സാധിക്കും. നമുക്ക് സാധാരണ ഈ മറിഞ്ഞിരിക്കുന്ന സംവിധാനം പോലെയല്ല. അതായത് കിച്ചൺ തുറസായ രൂപത്തിൽ അവരെന്താണ് കുക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, ക്ലീൻലെസ് കേരളം അതേപോലെ ഹൈജീൻ പാലിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ടൊന്ന് ഇവിടെ നമുക്ക് ചായ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബഷീർക്ക, നമസ്കാരം. നമ്മൾ ഇവിടെ നിന്ന് പരിചയപ്പെട്ട വ്യക്തിയാണ് ബഷീർക്ക. ബഷീർക്കാണ് ഇവിടുത്തെ ഒഫീഷ്യൽ ടീ മേക്കർ. എന്തൊക്കെയുള്ള ഞാൻ കേട്ടു ഇത് 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ഒരു ആണല്ലേ? ഓക്കെ ഓക്കെ. അതായത് 24 മണിക്കൂർ ഇത് തുറന്നിരിപ്പുണ്ട്. എന്ന് വെച്ചാൽ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചെറിയൊരു തട്ടടക്കി രാത്രി ഉണ്ടാവുള്ളൂ. പക്ഷെ ആൾക്കാർക്ക് വന്ന് ഫാമിലി ആയിട്ട് ഇരുന്ന് കഴിക്കാൻ ഒരു സ്പേസ് അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഔട്ട്ഡോറും ഉണ്ട്, ഇൻഡോറും ഉണ്ട്. നിങ്ങൾക്ക് വരാൻ അഫോർഡബിൾ റേറ്റ് ആണ്. പ്രത്യേകിച്ച് ഒരു ട്രെയിനുള്ളിരുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായ ഒരു കാര്യമാണ്. അപ്പൊ ചായയും കാപ്പിയും നിങ്ങൾക്ക് വരണമെങ്കിൽ അത് ട്രെയിൻ ഇറങ്ങി വന്നു കഴിഞ്ഞ് ചായയും കാപ്പിയും മാത്രമാണെങ്കിൽ 24 മണിക്കൂറും കോയമ്പത്തൂരിൽ ഒരു റെസ്റ്റോറന്റ് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഈ ബോച്ചെ ഫുഡ് എക്സ്പ്രസ്. ഇതേ ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങോട്ട് വന്നോളൂ. ഇവിടെ കണ്ടോ, ഒരു ട്രെയിനിന്റെ വീലാണിത്. ട്രെയിനിന്റെ സസ്പെൻഷൻ വീലും നോക്കി കാണുന്നത്. അത് ഒറിജിനൽ സംഭവം എടുത്തിവിടെ വെച്ചിട്ട് അത് മാറ്റിയിരിക്കുകയാണ്, റെസ്റ്റോറന്റായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. താഴെ റെയിൽ ട്രാക്ക് ഉണ്ട്. റെയിൽ ട്രാക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇവരുടെ പെർമിഷൻ അനുസരിച്ച് നമുക്ക് കിച്ചണിൽ ഒരു കുഞ്ഞു വിശേഷം കൂടെ നമുക്ക് ഒപ്പിയെടുക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം. അതും അത് കഴിഞ്ഞ് ചെറിയൊരു ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും ടേസ്റ്റ് ചെയ്യാം. ഒറിജിനൽ റിവ്യൂ ആയിരിക്കും. നമുക്ക് നോക്കാം. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഷെഫ് കമ്മീസ് ഒക്കെ ഓരോ ഭക്ഷണ വിഭവങ്ങൾ പാകം ചെയ്യാൻ വേണ്ടി കാണുന്നില്ല, ഓരോ പാത്രങ്ങളാക്കി വെക്കുന്നത്. നമ്മുടെ ഈ സാധാരണ നമുക്ക് ഓർത്ത് തന്നെ വരുന്നത് ഈ തമിഴ്നാട് ബിരിയാണി എന്നൊക്കെ പറയണേ അതേപോലെ പാത്രങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആ പാത്രങ്ങളായിട്ട് ഓരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ശല്യപ്പെടുന്നുണ്ട്. നമുക്ക് ദൂരെ നിന്ന് കാഴ്ചകളൊക്കെ നോക്കാം. അവർ നല്ല നല്ല പാത്രങ്ങൾ ഓരോ വിഭവങ്ങൾ ഉച്ചഭക്ഷണത്തേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലത്തെ സെഷൻ കഴിഞ്ഞു. ഈ ഉച്ചഭക്ഷണമാണ്. നമുക്ക് അതും കൂടെ കഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് പോകും. അപ്പൊ ഇവിടെ നമ്മുടെ ചൈനീസ് ഷെഫുമാരുണ്ട്. അവർ ഉച്ചഭക്ഷണത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചപ്പോൾ ഇവരാണ് ഇവിടുത്തെ ചൈനീസുമായി ബന്ധപ്പെട്ട്
ഷെസ്വൻ ഫ്രൈഡ് റൈസ്, വെജ് ഫ്രൈഡ് റൈസ്, എഗ് ഫ്രൈഡ് റൈസ്, പിന്നെ നൂഡിൽസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഹിന്ദി വലിയ ധാരണയില്ല, എന്നാലും കുറച്ച് അറിയുന്ന ഹിന്ദിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. कैसे है? अच्छा है. वो स्पेशल क्या है? स्पेशल चिकन राइस है, चिकन नूडल्स है, जापान चिकन है, सब है. അദ്ദേഹം നമ്മളോട് സംസാരിച്ചുകൊണ്ട് തന്നെ സവോള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് സ്പെഷ്യൽ എക്സ്പേർട്ട് ആണ്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ചിക്കൻ ഫ്രൈഡ് റൈസ്, വെജ് ഫ്രൈഡ് റൈസ്, ഷെസ്വാന്, നൂഡിൽസ്. അപ്പൊ ഇവിടെ വേറൊരു വ്യക്തിയുണ്ട്. ഹായ്, कैसे है? ठीक है. अच्छा है. अच्छा. आपका स्पेशल क्या है? इधर तंदूरी में. तंदूरी. हाँ. तंदूरी चिकन, तंदूरी चिकन, हरियाली टिक्का. ओनियन टिक्का, हरियाली चिकन, हरियाली टिक्का. चिकन ओरियल टिक्का. टिक्ക, पनीर टिक्का. തന്തൂരി ചിക്കൻ ഒറിയലി ടിക്ക, അതാണ് സ്പെഷ്യൽ. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. സംഭവം പേര് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. ഓക്കെ, അപ്പൊ ഇതേ കാണുന്നില്ല, ട്രെയിനിന്റെ അടിഭാഗമാണ്, റെയിൽവേ ട്രാക്ക് ആണ്. ട്രെയിനിന്റെ അതായത് ഈ ട്രെയിനിന്റെ വീൽസ് ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് ട്രെയിനിന്റെ അടിയിൽ കൂടെ വരാനൊരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മളിനി ഭക്ഷണത്തിലേക്ക് കടക്കുകയാണ്. ഒത്തിരി കാര്യങ്ങളിവിടെ ചെയ്തു. നമ്മൾ ക്യാമറക്ക് പുറകെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ സംസാരിച്ചു, ഇവിടെ വരുന്ന ഗസ്റ്റുകളോട് സംസാരിച്ചു, അവരൊക്കെ ഹാപ്പിയാണ്. സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ. ചുറ്റുപാടെന്ന് പറഞ്ഞാൽ ഒത്തിരി കോളേജുകളുണ്ട്. അപ്പൊ കോളേജ് പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. രാത്രി ഒന്ന് കറങ്ങാനൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാനും, ചിലപ്പോൾ ഒരു കാപ്പിയോ ഇതൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്തൂരി നല്ല മൂവിങ് ഐറ്റമാണ്. എന്ന് വെച്ചാൽ തന്തൂരി കഴിക്കാൻ ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട്. തമിഴ്നാട് ചിക്കൻ ബിരിയാണി കഴിക്കാൻ ആൾക്കാരുണ്ട്. കേരള ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് പറഞ്ഞു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ചപ്പുറത്തൊരു 3-4 IT കമ്പനീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ആൾക്കാർ വന്നിട്ട് ഇവിടെ ചെറിയ പരിപാടിയും ഇപ്പോ ബർത്ത്ഡേസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രെയിനിന്റെ ഉള്ളിൽ സംഘടിപ്പിക്കുന്ന രൂപത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം അവർക്കും ഇപ്പൊ പറഞ്ഞ പോലെ ഈ കോയമ്പത്തൂർ സാധാരണ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഓഡിറ്റോറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ വെന്യൂസ് ഒക്കെയാണ് സാധാരണ ഒരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ എടുത്തോണ്ടിരിക്കുന്നത്. അന്ന് ട്രെയിനിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടി ചിലപ്പോൾ ഒരു കോർപ്പറേറ്റ് മീറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പറഞ്ഞ പോലെ തന്നെ ഒരു പിറന്നാളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണമായി ബന്ധപ്പെട്ട് മുമ്പുള്ള പോസ്റ്റ് വെഡിങ് എന്തെങ്കിലും ഒരു പാർട്ടി ആയിരിക്കാം, ബാച്ചസ് പാർട്ടി എന്നൊക്കെ പറയുന്ന പോലെ അതിനൊക്കെ വെന്യൂസ് ഇവർ ഇവിടെ ഒരുക്കി തരും. അപ്പോൾ കഴിഞ്ഞ ഏറ്റവും ഗംഭീരമായി നടന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വുമൻസ് ഡേ പ്രോഗ്രാം ആയിരുന്നു. 7 to 9 രാത്രി 7 to 9 ആ പരിപാടിയിൽ ഒത്തിരി വുമൻസ് വന്നു. വരുന്ന എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ഫുഡ് ആയിരുന്നു. മെൻസ് ഡേ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാ വ്യക്തികൾക്കും ഇങ്ങനെ ഓഫർ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഫ്രീ ഡ്രിങ്ക് ഓഫർ. അപ്പോൾ ഇത് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന വ്യക്തികൾ ഇവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത് ഭക്ഷണം ഇഷ്ടപ്പെടണമെങ്കിൽ ഗൂഗിളിൽ റിവ്യൂ ചെയ്യുക. ഈ പറഞ്ഞ സ്റ്റെപ്സ്, അതായത് ഇവിടുത്തെ ഫോട്ടോ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ വക ഒരു ഫ്രീ ഡ്രിങ്ക് കിട്ടുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഭക്ഷണം ഇഷ്ടപ്പെട്ട കാര്യം ഇവരോട് പറഞ്ഞു ഒരു റിവ്യൂ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഡ്രിങ്ക് ഉണ്ട്. അത് കൂടാതെ നിങ്ങൾ ഇവിടുത്തെ ഒരു ഫോട്ടോ എടുത്ത് ഇവർക്ക് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഫ്രീ ഡ്രിങ്ക് ഉണ്ട്. അങ്ങനെ കുറെ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. ആഴ്ചയിൽ 3 ദിവസം വന്ന് 4ാം തവണ നിങ്ങൾ വരുന്ന സമയത്ത് കഴിഞ്ഞ 3 തവണയുടെ ബില്ലിന്റെ എത്രയാണോ വരുന്നത് അതായിരിക്കും അടുത്ത തവണ അതിന്റെ 50% അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ ആദ്യത്തെ 3 തവണ 3000 രൂപ, 4ാം തവണ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഒരു 4000 രൂപ ഭക്ഷണം കഴിച്ചെങ്കിൽ അതിൽ നിന്ന് ഈ 3000-ത്തിനടുത്തോളം രൂപ ഇവർ കട്ട് ചെയ്ത് കളയും, പേ ഓഫ് ചെയ്യും. അങ്ങനെ കുറെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ഗംഭീര സ്ഥലമാണ്. നമുക്കിനി ഭക്ഷണത്തിലേക്ക് കിടക്കാം. ഓക്കെ, താങ്ക് യു. ഞാൻ സെർവ് ചെയ്തോളാം. നല്ല തമിഴ്നാട് ചിക്കൻ ബിരിയാണി നമുക്ക് നോക്കാം. നല്ല ലുക്കിലായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ വന്നോണ്ടാണെന്ന് അറിയത്തില്ല, എന്തായാലും അതിമനോഹരമായിട്ട് അവരാക്കിയിട്ടുണ്ട്. സലാഡും ഉണ്ട്, ചിക്കൻ ഗ്രേവിയും ഉണ്ട്. ഡിഷൊക്കെ റാപ്പിൽ പൊതിഞ്ഞ് വന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റി നിറച്ച് തന്നതുണ്ട്, ചുറ്റുപാടുണ്ടത്. എനിക്കൊന്ന് ഈ മൂൾഭാഗം തന്നെ വെക്കുമ്പോ തന്നെ നമ്മുടെ പ്ലേറ്റ് നിറയും തോന്നുന്നു. പ്ലേറ്റ് ഏകദേശം നിറഞ്ഞിട്ട് നമുക്ക് ചിക്കൻ മാത്രമായിട്ടൊന്ന് പുറത്തേക്ക് എടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, ശരിക്കും നല്ല ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ഡ്രിങ്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ പേര് ഗ്രാനൈറ്റ എന്നാണ്. സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്. നമുക്കിതും കൂടെ കുടിച്ചു നോക്കാം.
സൂപ്പറായിട്ടുണ്ട്, ഗംഭീര സാധനം. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ എല്ലാവരോടും ഒന്ന് യാത്ര പറഞ്ഞ് തിരിച്ചു പോവാണ്. കാരണം നമ്മൾ കഴിച്ച ഭക്ഷണം അതിഗംഭീര ഭക്ഷണമായിരുന്നു. നമ്മള് തമിഴ്നാട് ചിക്കൻ ബിരിയാണി, അതോടൊപ്പം തന്നെ ഗ്രാനീറ്റ, ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്. ഇവർ കഴിഞ്ഞ ദിവസം എക്സ്പെരിമെന്റ് ചെയ്ത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡ്രിങ്ക് ആണ്. അത് നമ്മൾ കഴിച്ചു. പിന്നെ കുറെ മറ്റ് വ്യത്യസ്തമായ വിഭവങ്ങളുണ്ട്. മറ്റു വിഭവങ്ങളെല്ലാം കഴിക്കാം. എന്നാൽ തമിഴ്നാട് ബിരിയാണി അടിപൊളിയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്ന ഈ സ്പേസ് എല്ലാം കാണുന്നില്ലേ, ഇത്രയും മനോഹരമായ സ്ഥലമാണ്. കോയമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് തന്നെ, റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് ചായ കുടിച്ച് പോകണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്ന വ്യക്തികളാണെങ്കിലോ ഒന്ന് ചായ കുടിച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് പോകാൻ സാധിക്കും. അപ്പൊ എന്തായാലും ഏറ്റവും ബെസ്റ്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരണം. അപ്പൊ പുതിയ വിശേഷങ്ങളായിട്ട് ഇനിയും കാണാം. ബൈ.